good morning. Today we are discuss the topic concepts of acids and bases. അപ്പോൾ ആസിഡ്സിൻ്റെയും ബേസിസിൻ്റെയും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. 3 ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്. അറീനിയസ് തിയറി ഉണ്ട്, ലൗറി ബ്രോൺസ്റ്റെഡ് ഓർ ബ്രോൺസ്റ്റെഡ് ലൗറി കൺസെപ്റ്റ്, അതുപോലെ നമുക്ക് ലെവിസ് കൺസെപ്റ്റ്. ബേസിക് ആയിട്ട് ഈ 3 കൺസെപ്റ്റ്സ് ആണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഈ ഒരു സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് MSCക്കാർക്കും അതേപോലെ D6 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അതായത് MSCക്കാർക്ക് ഈ ടോപ്പിക്ക് വരുന്നത് എലമെൻ്ററി ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ദെൻ ഫൈനൽ സ്റ്റുഡൻസിന്, അതായത് ഫൈനൽ ഡിഗ്രി സ്റ്റുഡൻസിന് അയോണിക് ഇക്വിലിബ്രിയ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ 2 പേർക്കും സിലബസിൽ ഈ 3 തിയറീസും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് 2 പേർക്കും കൂടി ഒരുമിച്ചൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ ഇപ്പോൾ PGക്കാർക്കാണെങ്കിൽ കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. വൈൽ ഡിഗ്രിക്കാർക്കാണെങ്കിൽ ഇത് ഏതാണ്, അയോണിക് ഇക്വിലിബ്രിയ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അയോണിക് ഇക്വിലിബ്രിയ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഡ്രോബാക്സ് എന്താണ്, അത്ര മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ആൻഷ്യൻ്റായിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത്, ഫസ്റ്റ് കൺസെപ്റ്റാണ് അറീനിയസ് കൺസെപ്റ്റ്. ഓക്കെ, അറീനിയസ് കൺസെപ്റ്റ്. അറീനിയസ് കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അറീനിയസ് കൺസെപ്റ്റിൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ സാൻഡേ അറീനിയസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് പ്രപ്പോസ് ചെയ്തത്. സോ വാട്ട് ഈസ് ആസിഡ്സ് അക്കോർഡിംഗ് ടു അറീനിയസ് കൺസെപ്റ്റ്? ആസിഡ് ഈസ് എ hydrogen containing compound which when dissolved in water it releases H+ ions. അതായത് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള എന്താണ്, ഒരു കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആണ്. when it is dissolved in water it will releases H+ ions. സോ ഹിയർ നമുക്കറിയാം, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് HCl ആണ്. aqueous HCl തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് dissolved in water. Okay, so it will releases H+ ions. So if a substance which releases H+ ions in aqueous solution, it is termed as acid. It is proposed by Sanday Arrhenius. Okay, then what is bases? A base is a solution that contain OH group and produces hydroxide ions in aqueous solution. So what is a base? According to Arrhenius theory, a base is a substance where it will produce hydroxyl compound. Okay, it will releases OH- ions in aqueous solution. Example, calcium hydroxide on it can releases calcium hydroxide, it releases OH- ion when it is dissolved in water. Okay, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അക്കോർഡിംഗ് ടു ഹിം, ന്യൂട്രലൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് H+ ions വിത്ത് OH- ions ടു ഫോം വാട്ടർ മോളിക്യൂൾസ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഫർദർ ഒരു കൺസെപ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ന്യൂട്രലൈസേഷൻ ഈസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ്സും ബേസസും കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് ഉണ്ടാവുന്നത്, ന്യൂട്രലൈസേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ H+ and OH- combines, it will produces water. Okay, clear. This is the basic concepts of Arrhenius theory. So according to this Arrhenius concept, we have a lot of acids such as HClO4, HCl, HBr, HI, HNO3, H2SO4. These are ആസിഡ്സ്. അതായത് ഒരു കോമ്പൗണ്ടിലെ H+ അയോൺസിനെ റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, ആസിഡ്സ് ആണ്. ഓക്കെ, ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ബേസസ് സച്ച് ആസ് NaOH, KOH, calcium hydroxide, barium hydroxide. These are all bases. Okay,
ജസ്റ്റ് ലൈക്ക് ദാറ്റ് HClഉം HNO3 ഒക്കെ സ്ട്രോങ് ആസിഡാണ്. അതുപോലെ NaOH KOH ഒക്കെ എന്താണ്, സ്ട്രോങ് ബേസ് ആണ്. ഓക്കെ, ആൻഡ് അതേപോലെ നമുക്കറിയാം CH3COH അസറ്റിക് ആസിഡ് അല്ലേ, ഇറ്റ് ഈസ് എ വീക്ക് ബേസ്. ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് CH3COH ഈസ് എ വീക്ക് ആസിഡ് ബട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ പെട്ടെന്ന് H+നെ റിലീസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്താണ്, സ്ട്രോങ് ആണ്. പെട്ടെന്ന് OH- റിലീസ് ചെയ്യാൻ പറ്റുന്നവരും സ്ട്രോങ് ആണ്. ഓക്കെ, പിന്നെ കുറച്ച് സാവധാനത്തിലാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ, അതായത് CH3COH അതൊക്കെ എന്താണ്, വീക്കായിട്ടുള്ള ആസിഡാണ്. അതേപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ വീക്കായിട്ടുള്ള ആസിഡാണ്. ഓക്കെ, ദെൻ കം ടു ഹിസ് ലിമിറ്റേഷൻ. So come to his limitation, this concept could not explain acidic and basic character of certain substance such as NH3, sodium carbonate, calcium oxide, carbon dioxide, SO2, SO3. അതായത് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം H+ കൊടുക്കുന്നവർ മാത്രമാണ് എന്ത്, ആസിഡ്. ബട്ട് ദീസ് സബ്സ്റ്റൻസസ്, അമോണിയം, സോഡിയം കാർബണേറ്റ്, കാൽഷ്യം ഓക്സൈഡ് ഇതൊക്കെ എന്താണ്, ബേസസും അതുപോലെ കാർബൺ ഡയോക്സൈഡ് SO2 ഒക്കെ എന്താണ്, ആസിഡ്സ് ആണ്. ബട്ട് ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതിൽ എന്തില്ല, H+ ഇല്ല, OH- അയോൺസ് ഇല്ല. ഓക്കെ, സോ ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ അസിഡിക് ആൻഡ് ബേസിക് ക്യാരക്ടേഴ്സ് ഓഫ് അമോണിയ, sodium carbonate, calcium oxide, carbon dioxide, sulfur dioxide and sulfur trioxide, etc. And also second one is he could not explain the reaction between an acid and base in the absence of water. അതായത് നോൺ അക്വസ് സൊല്യൂഷൻസിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരു സബ്സ്റ്റൻസിൻ്റെ അസിഡിറ്റിയും ബേസിസിറ്റിയും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ദിസ് ഈസ് ദ ടു ലിമിറ്റേഷൻ ഓഫ് അറീനിയസ് കൺസെപ്റ്റ്. ക്ലിയർ? Then come to Lowry-Bronstead or Bronstead-Lowry theories of acids and bases, and it was proposed by two scientists, N. Bronstead and T.M. Lowry. So according to them, acid is any substance donating a proton. Okay, acid is any substance which can donate a proton, while base is any substance which can accept a proton. So acid എന്ന് പറയുന്നത് ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും ഒരു H+നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, ആസിഡ്സും. അതുപോലെയുള്ള ആ പ്രോട്ടോൺ അല്ലെങ്കിൽ H+നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, ബേസ്. ഓക്കെ, സോ an acid base reaction is a transfer of proton from an acid to base. അപ്പോൾ അദ്ദേഹം പറയുന്നത് acid base reaction is a transfer of proton from the acid to base. അതായത് ആസിഡിൽ നിന്ന് ബേസിലേക്ക് ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ് അവിടെ ആസിഡ് ബേസ് റിയാക്ഷൻ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കോഞ്ചുഗേറ്റ് പെയർ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഹിയർ നമ്മളൊരു വാട്ടറിൻ്റെയും HClൻ്റെ ഒരു റിയാക്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ HCl വാട്ടർ, ഇവിടെ വാട്ടർ ഒരു ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, HCl ഒരു ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് വാട്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇറ്റ് ഈസ് ആൻ ആംഫോടെറിക് ഇൻ നേച്ചർ. Amphoteric means it can exhibit both acidic and basic properties. So along with HCl, as water is act as a base. Okay, along with HCl, അതായത് വാട്ടറിനേക്കാളും അസിഡിറ്റി കൂടുതലുള്ള ഏത് സബ്സ്റ്റൻസ് കൂടെ വാട്ടർ റിയാക്ഷൻ നടക്കുമ്പോൾ അത് എന്ത് ചെയ്യും, അതൊരു ബേസായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി അതിനേക്കാളിലും വാട്ടറിനേക്കാൾ കൂടുതൽ ബേസിസിറ്റി ഉള്ള ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ വിൽ ആക്ട് ആസ് ആൻ ആസിഡ്. ഓക്കെ, സോ ഈ എക്സാമ്പിളിനടുത്ത് നമുക്ക് ഇവിടെ ആസിഡ് ഉണ്ട്, HCl, വാട്ടർ ഉണ്ട്, അത് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ HCl എന്ത് ചെയ്യും, H+നെ അയോൺസിനെ റിലീസ് ചെയ്യും. ദെൻ അപ്പോൾ HCl H+ അയോൺസിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് H+ അയോൺസ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, H3O+ ഫോം ചെയ്യും. ഓക്കെ, സോ ഇവിടെ റിമൈനിങ് ആയിട്ടുള്ളത് Cl- ആണ്, അതിവിടെ ഇരിക്കുന്നുണ്ട്.
സോ ഇപ്പോൾ നമ്മുടെ റിയാക്ഷനിൽ എന്തൊക്കെ കോമ്പൗണ്ട് ഉണ്ട്? HCl ഉണ്ട്, വാട്ടർ ഉണ്ട്, ദെൻ എന്തായിട്ട് മാറി? H3O+ ആയിട്ട് മാറി, ദെൻ Cl- ആയിട്ട് മാറി. സോ ഈ ആസിഡ് ഒരു H+നെ റിലീസ് ചെയ്തിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്? Cl- ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇവിടെ ഇതും ഈ HClഉം Cl- ആണ് എന്ത്? കോൺജുഗേറ്റ് പെയർ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റിലാണ് ഈ കോൺജുഗേറ്റ് പെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിൽ ഇവിടെയുള്ള HClഉം H2O നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HCl എന്ത് ചെയ്യും? ഒരു H+ അയോൺസിനെ റിലീസ് ചെയ്തിട്ട് ആ റിലീസ് ചെയ്തത് ആരെടുക്കും? വാട്ടർ എടുത്തിട്ട് H3O+ ആയിട്ട് മാറി, ദെൻ Cl- ആയിട്ട് മാറി. സോ ഹിയർ ഈ HClഉം അതുപോലെ Cl- ഒരു കോൺജുഗേറ്റ് പെയറായിട്ട് നിൽക്കും. അതുപോലെ വാട്ടറും H3O+ഉം അനദർ കോൺജുഗേറ്റ് പെയറായിട്ട് നിൽക്കും. ഓക്കെ, സോ ഇവിടെ HCl എന്ന് പറയുന്ന ഈ ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് എന്ത്? Cl-. ഓക്കെ, സോ ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് HCl ഈസ് Cl-. ക്ലിയർ? ദെൻ നമുക്കറിയാം ഇവിടെ വാട്ടറാണ് ബേസായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡാണ് എന്ത്? H3O+. സോ ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡാണ് എന്ത്? H3O+ എന്ന് പറയുന്നത്. സോ ദ കോൺജുഗേറ്റഡ് ആസിഡ് ഓഫ് H2O ഈസ് H3O+. ഓക്കെ, സോ അപ്പോൾ നമ്മളത് എങ്ങനെ നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ ഒരു ആസിഡ് എടുത്തു, ആ ആസിഡ് ഒരു H+നെ റിലീസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ HCl ആണ് ഒരു ആസിഡ്, അതിന് H+ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ Cl- ആണ്. സോ അവ തമ്മിലാണ് എന്ത്? കോൺജുഗേറ്റ് പെയർ ഫോം ചെയ്യുന്നത്. ആസിഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാകുന്നത്? കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്യുന്നത്. ആ H+നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ വാട്ടർ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ബേസ്. ഈ ബേസ് എന്ത് ചെയ്യും? ഒരു H+നെ റിലീസ് ചെയ്യുക ചെയ്യുന്നത്. കാരണം ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ബേസ് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ. സോ H2O ഹിയർ അക്സെപ്റ്റ് H+ ions ആൻഡ് ഫോം എ H3O+. സോ ഇറ്റ് ഈസ് എ കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, സോ ബേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്താണ്? കോൺജുഗേറ്റഡ് ആസിഡാണ്. ഇനി അനദർ എക്സാമ്പിൾ ഹിയർ ഗിവൺ. ഇറ്റ് ഈസ് അമോണിയ ഈസ് എ ബേസ് പ്ലസ് വാട്ടർ. അമോണിയ വാട്ടറും ഫോം ചെയ്തിട്ടുണ്ട്. സോ അമോണിയ എന്ത് ചെയ്യും? ഒരു ആസിഡാണ് എന്ത് ചെയ്യുന്നത്? H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു ആസിഡ് എന്ത് ചെയ്യും? H+ അയോൺസിനെ ഇങ്ങോട്ട് റിലീസ് ചെയ്യും. അത് ആര് മേടിക്കും? അമോണിയ മേടിക്കും. സോ അമോണിയ മേടിക്കുമ്പോൾ NH3 ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു H+ കൂടി വന്നു. അപ്പോൾ എന്തായിട്ട് മാറും? NH4+ ആയിട്ട് മാറും. ഓക്കെ, NH4+ ആയിട്ട് മാറി. ദെൻ ഇവിടെ ആസിഡിൻ്റെ കൂടെ പിന്നെ ഒരു H+ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക? OH- ആണ് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർസ് നോക്കാം. അമോണിയ എന്ത് ചെയ്തു? ഒരു H+നെ മേടിച്ചു, എന്നിട്ട് എന്തായിട്ട് മാറി? അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡായിട്ട് മാറി. സോ അമോണിയ ഹിയർ ഈസ് എ ബേസ് ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ കോൺജുഗേറ്റ് ആസിഡ് ഹിയർ. ഇവിടെ എന്താണ്? ഇവിടെ ബേസ് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ട് എന്താ ഉണ്ടാവുക? ആസിഡാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ആസിഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കോൺജുഗേറ്റ് ബേസ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? സോ അമോണിയയുടെ കോൺജുഗേറ്റ് ആസിഡ് ആണ് എന്ത്? അമോണിയം പ്ലസ് അതല്ലെങ്കിൽ NH4+ അയോൺസ്. ദെൻ വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് OH- അയോൺസ് ആണ്. ഓക്കെ, സോ ഫ്രം ദീസ് എക്സാമ്പിൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് water can have the amphoteric nature because water can act as both acids and bases. Clear? So here you are giving certain examples of acid base conjugate pairs. So we can understand clearly from these examples. First one is HNO3. It is an acid. Clearly it is an acid, so it can donate H+ ion which will accept water. Okay, so here water is act as a base.
Okay, so here water is act as a base. So when releasing HNO3, it will form NO3 minus ions, and this H plus is accepted by water, so it will produce H3O plus ions. So here acid base conjugate pairs are formed. Here these two are conjugate pairs because it is an acid and it releases H plus ions to form NO3 minus, so it is a conjugate base. It is a conjugate base of this acid. And another example, here water and H3O plus act as a conjugate pair, so it is a base and this is the conjugate acid of water. Okay, just like that there are many examples are given, and write it, note it these examples and evaluate them. Okay, so here given advantages of bronstead Lowry concept. അപ്പോൾ നമുക്ക് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു മോളിക്യൂൾസ് ബട്ട് ഇൻക്ലൂഡ് ഈവൻ ദ അയോണിക് സ്പീഷീസ് ടു ആക്ട് ആസ് ആസിഡ് ഓർ ബേസ്. അതായത് ഒരു എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എന്ന് മാത്രം എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അറേനിയസിൽ എന്ത് ചെയ്യുന്ന അക്യ സൊല്യൂഷൻസിന് മാത്രം ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടില്ല. അധികം ഈവൻ മെനി ഓഫ് ദി മോളിക്യൂൾസും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അയോണിക് സ്പീഷീസിലൊക്കെ നമുക്ക് ആസിഡ് ബേസ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ അക്വസ് മീഡിയം ടു എക്സ്പ്ലെയിൻ അസിഡിക് ഓർ ബേസിക് നേച്ചർ. സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ അക്വസ് ഓർ വാട്ടറിൽ മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ, അങ്ങനെ ഇവിടെ പറയുന്നില്ല. ഓക്കെ, and third one, it can explain the basic nature of ions or molecule having no OH minus ions. അതായത് OH മൈനസ് അയോൺസ് ഉള്ളത് മാത്രമാണ് ബേസിക് എന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കൺസെപ്റ്റിനകത്ത് നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അറേനിയസിലായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, OH മൈനസ് റിലീസ് ചെയ്യുന്നത് മാത്രമാണ് ബേസ്. ഇവിടെ ഇപ്പോൾ അമോണിയ ആണെങ്കിൽ NH3+, അതിന് H+ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബേസാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്. It could not explain the acidic and basic nature of compounds having no tendency to lose or gain H+ ions. അതായത് എല്ലാ ആസിഡ് ബേസിനും എന്ത് ചെയ്യണമെന്നില്ല, H+ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ കാർബൺ ഡയോക്സൈഡ്, എമോണിയ, SO2, SO3 ഇതിനൊന്നും എന്തില്ല, H+ അയോൺസിനെ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഇല്ല. ബട്ട് ദേ ആർ സ്റ്റിൽ ആസിഡിക് ആൻഡ് ബേസിക്സ്. ഇതെല്ലാം എന്താണ്, ആസിഡ്സിലും ബേസിസിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനും പറ്റും. സോ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ കോമ്പൗണ്ട്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആസിഡാണോ ബേസിസ് ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, then second one, it could not explain the basic nature of compounds having OH minus. So OH മൈനസ് അയോണുള്ള കോമ്പൗണ്ട്സിൻ്റെ ബേസിക് നേച്ചർ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ എപ്പോഴും H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. OH മൈനസ് അയോൺസ് ഉള്ളപ്പോൾ NaOH നമുക്ക് ഒരു ബേസിലാണെന്ന് ഈ H+ അയോൺസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് ആണ്. ദ ആപ്ലിക്കേഷൻ ഓഫ് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു അക്വസ് സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജിൽ എന്ത് പറയാൻ പറ്റും, അക്വസ് സൊല്യൂഷൻ ഉള്ളത് മാത്രം ആസിഡ് ബേസ് എന്ന് നമുക്ക് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. അല്ലാത്തതിനെ നമുക്ക് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. The concept defines specific species as acids and bases in terms of their proton donating and proton accepting tendencies, not in terms of ions they produce in aqueous solution.
അപ്പോൾ ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ H+ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യുക റിലീസ് ചെയ്യുക ചെയ്യുന്നതിൻ്റെ ഒരു ബേസിസിലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്. നോട്ട് ഇൻ ടേംസ് ഓഫ് അയോൺസ് ദേ പ്രൊഡ്യൂസ്, അതായത് അക്വസ് സൊല്യൂഷനിൽ അവ എന്ത് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ ബേസിസിലല്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപമാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. Then third one, it is a concept much broader than Arrhenius concept. So it is it encompasses a wider variety of substance within acid base category including all Arrhenius acids and bases. So ഇതെന്ന് പറയുന്നത് അറീനിയസ് കൺസെപ്റ്റിനേക്കാളും കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രോഡർ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സോ അതുകൊണ്ട് നമുക്കിത് അറീനിയസ് പറയുന്ന സബ്സ്റ്റൻസ് ആസിഡ് ബേസിനെ ഇതിന് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലാത്ത സബ്സ്റ്റൻസ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. സോ ലിമിറ്റേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ദ കൺസെപ്റ്റ് പ്ലേസസ് undue emphasis the proton transfer in acid-base reaction, whereas there are many which do not involve proton transfer. സോ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫറിൻ്റെ ബേസിസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആസിഡ് ബേസിനെ പറയുന്നത്. ബട്ട് ദർ ആർ മെനി അതർ compounds which exhibits acids and bases rather than proton transfer. Okay. Then second one, it cannot explain the several acid-base reaction that occur in non-protonic or aprotic solvents. So ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് SO2, COCl2, BRF3. ഇതെല്ലാം നോൺ പ്രോട്ടോണിക് അല്ലെങ്കിൽ എപ്രോട്ടിക്, അതായത് പ്രോട്ടോൺ ഇല്ലാത്തൊരു സോൾവെൻറ്റിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. സോ അതിൻ്റെ എല്ലാം ആസിഡ് ബേസ് നേച്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. Okay, these are the advantages and limitations of Lowry-Bronstead concept.